വാർത്തകളിലേക്ക്. പൊതാവൂർ എപി സ്കൂൾ ഹരിതസേനയുടെ നേതൃത്വത്തിൽ ഊർജ്ജ സർവേ നടത്തി. ചെറുവത്തൂർ റോട്ടറി ക്ലബ്ബുമായി സഹകരിച്ച് സ്കൂൾ ഹരിതസേന നടത്തുന്ന ഹരിതഗാന്ധി പദ്ധതിയുടെ ഊർജ്ജ സംരക്ഷണ മത്സരത്തിന്റെ ഭാഗമായിരുന്നു സർവേ. കയ്യൂർ ചീമേനി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MPV ജാനകി ഊർജ്ജ സർവേ ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും മറ്റ് മേഖലകളിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് സംസ്ഥാന തലത്തിൽ കയ്യൂർ ചീമേനി പഞ്ചായത്തിന്റെ യശസ് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മുടെ ഈ പഞ്ചായത്തിനകത്തെ പൗരാവലിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഊർജ സംരക്ഷണം ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. മരം നമുക്കൊരു വരമാണ്. തീർച്ചയായും നമ്മുടെ പഞ്ചായത്തിൻ്റെ 5-ാം വാർഡിനെ ഹരിതാപമാക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ അതിൻ്റെ തുടർ പ്രവർത്തനം എന്ന രീതിയിൽ ഊർജ സംരക്ഷണ പ്രവർത്തനത്തിൻ്റെ സർവേ പ്രവർത്തനങ്ങളിൽ വളരെ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് അത് പൂർത്തീകരിച്ചു കൊടുക്കുവാൻ നിങ്ങളെല്ലാവരും സഹായ സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ പഞ്ചായത്ത് വാർഡ് അതിർത്തിയിൽ ഉള്ള പൊതാവൂർ UP സ്കൂൾ വിവിധ പല മേഖലകളിലും പ്രവർത്തനം നടത്തുകയും പുരസ്കാരങ്ങൾ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പച്ചക്കറി വിതരണം, അതുപോലെ ഔഷധ സസ്യ ചെടികൾ വിതരണം ഒക്കെ നടന്നത്. വീണ്ടും ഇപ്പോൾ ഒരു ഊർജ സംരക്ഷണത്തിന് വേണ്ടി, ഊർജം ലാഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ വാർഡിലെ മുഴുവൻ വീടുകളിലും സർവേ നടത്തിക്കൊണ്ട് ഏറ്റവും കുറച്ച് പൊതാവൂർ AP സ്കൂൾ ഹരിതസേന ചെറുവത്തൂർ റോട്ടറി ക്ലബ്ബുമായി സഹകരിച്ചാണ് ചെറിയാക്കര ഗ്രാമത്തെ പച്ചപുതപ്പിക്കുന്ന ഹരിതഗാന്ധി പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായുള്ള ഊർജ സംരക്ഷണ മത്സരത്തിന്റെ ഭാഗമായാണ് സർവേ നടക്കുന്നത്. ചെറുവത്തൂർ റോട്ടറി ക്ലബ്ബുമായി സഹകരിച്ചുകൊണ്ട് കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിനകത്ത് നടപ്പിലാക്കുന്ന ഹരിതഗാന്ധി ചെറിയാക്കര വാർഡിനെ പച്ചയണിക്കുവാനുള്ള പദ്ധതിയുടെ ഭാഗമായി ഊർജ സംരക്ഷണ മത്സരം സംഘടിപ്പിക്കുകയാണ്. ഈ വരുന്ന ആഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ ഈ വാർഡിനകത്ത് കഴിഞ്ഞ 2011 വർഷത്തിൽ ഇതേ കാലയളവിൽ ഓരോ കുടുംബവും ഉപയോഗിച്ച വൈദ്യുതി യൂണിറ്റിനേക്കാൾ എത്രമാത്രം വൈദ്യുതി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ കാലയളവിൽ സാധിക്കുമെന്നുള്ളതാണ് മത്സരം. ഇതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാർഡിനകത്തെ 474ഓളം വീടുകളിൽ ഒറ്റ ദിവസം എടുത്തുകൊണ്ട് ഈ വാർഡിനകത്തെ കുടുംബശ്രീ യൂണിറ്റുകളുടെ സഹകരണത്തോടുകൂടി വിദ്യാർത്ഥികളും PTA കമ്മിറ്റി അംഗങ്ങളടക്കമുള്ള ആളുകളുടെ സഹായത്തോടുകൂടി ഒറ്റ ദിവസം കൊണ്ട് ഒരു ഊർജ സർവേ നടക്കുകയാണ്. ആ സർവേയിലെ വിവരങ്ങൾ പൂർണ്ണമായും ശാസ്ത്രീയമായി കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള പര്യാവരൺ മിത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വെബ്സൈറ്റിലുള്ള എനർജി കാൽക്കുലേറ്ററിൽ ഫീഡ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ വിവരങ്ങൾ ഈ സർവേ ശാസ്ത്രീയമായ രീതിയിൽ പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഒട്ടേറെ വിവരങ്ങൾ നെറ്റിൽ അവരുടെ സൈറ്റിൽ നിന്നും അപ്ലോഡ് ചെയ്തുകൊണ്ട് ഈ സർവേയുടെ ഒരു തികച്ചും ശാസ്ത്രീയമായി ഈ 2 മാസക്കാലം കൊണ്ട് ഓരോ കുടുംബത്തിനകത്തും എത്രമാത്രം യൂണിറ്റ് വൈദ്യുതിയാണ് അവർക്ക് സേവ് ചെയ്യാൻ വേണ്ടി കഴിയുക എന്ന തരത്തിലേക്കുള്ള ഒരു കാൽക്കുലേഷൻ പോലും ഇതിനോട് അനുബന്ധിച്ച് നടക്കുകയാണ്. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് V സുധീർ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ P കുഞ്ഞിക്കണ്ണൻ, KM അനിൽകുമാർ, ശൈലജ, M മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. നാളേക്ക് ഇത്തിരി ഊർജം എന്ന സന്ദേശവും ഉയർത്തി ചെറിയാക്കരയിൽ 574 വീടുകളുടെ സർവേ ഒറ്റ ദിവസം കൊണ്ട് നടന്നു. ഹരിതസേനാംഗങ്ങളെ 24 സ്ക്വാഡാക്കിയായിരുന്നു സർവേ. കോൺഗ്രസ്